ഡിപ്രിയ, തിരിച്ചു വന്ന ഉടനെ ആ വണ്ടി വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇനി അതവിടെ വേണ്ട. അത് മുത്തശ്ശിയല്ലല്ലോ തീരുമാനിക്കുന്നത്. പിന്നാരാ? ആഹാ, എവിടുന്നോ കയറി വന്ന നീയാണോ അത് തീരുമാനിക്കുന്നത്? എന്റെ മുത്തശ്ശി, എനിക്ക് താല്പര്യം തോന്നിയിട്ടല്ല ആ വണ്ടി മേടിച്ചത്. ഉള്ളിലിരുന്ന് ആരോ എന്നെ നിർബന്ധിച്ചു. അങ്ങനെ വാങ്ങിയതാ ഞാനത്. ആ ആള് പറയാതെ ഞാനത് വിൽക്കില്ല. ഏതാള്? വാങ്ങാൻ നിർബന്ധിച്ച അതേ ആള്. അന്ന് ആ വർക്ക്ഷോപ്പിൽ പോവാനോ ആ കാറ് കാണാനും ഇഷ്ടം തോന്നാനും ഒക്കെ എന്താ കാരണം? ആ ആളിന്റെ പ്രേരണയാ. ഏതാളിന്റെ? നിത്യയുടെ. ഏത് നിത്യ? ഇത്ര പെട്ടെന്ന് മറന്നു മുത്തശ്ശി എന്നെ? നിത്യ മുത്തശ്ശിക്ക് അറിയില്ലേ? നീ അതിന് നിത്യല്ലല്ലോ, പ്രിയല്ലേ? രണ്ടും ഒന്നു തന്നെയല്ലേ മുത്തശ്ശി? നിത്യ തന്നെയാ പ്രിയ, പ്രിയ തന്നെയാ നിത്യ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല മുത്തശ്ശി. അത് മുത്തശ്ശിയുടെ മാത്രം പ്രശ്നം. ഞാൻ എന്തായാലും ആ വണ്ടി വിൽക്കില്ല. ആ വണ്ടി നിന്നാലും ഓടിയാലും അതിനൊരു കാരണം ഉണ്ടാവുമെന്ന് മാത്രം മുത്തശ്ശി തൽക്കാലം മനസ്സിലാക്കിയാൽ മതി.